LDF-ൽ ഫലപ്രദമായ ചർച്ചയോ കൂടിയാലോചനകളോ നടക്കുന്നില്ലെന്ന് CPI-യിൽ വിമർശനം. CPM-ഉം CPI-യും കഴിഞ്ഞാൽ LDF-ലെ മറ്റു പാർട്ടികൾ ദുർബലമാണെന്നും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. തലസ്ഥാന ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല എന്നും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. ബൂത്ത് തലം മുതൽ LDF കമ്മിറ്റികൾ ഉണ്ടെങ്കിലും യോഗങ്ങൾ ചേരുന്നില്ല എന്ന വിമർശനമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. CPI-CPIM ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. LDF-ൽ ഫലപ്രദമായ ചർച്ചകളോ കൂടിയാലോചനകളോ നടക്കുന്നില്ല. CPI-യും CPI-യും കഴിഞ്ഞാൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ദുർബലമാണെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു. തലസ്ഥാന ജില്ലയിലെ CPI-യുടെ വളർച്ചയിൽ കാര്യമായ പുരോഗതിയില്ലെന്നതിൻ്റെ തെളിവും റിപ്പോർട്ട് വരച്ചു കാട്ടുന്നുണ്ട്. 2023-ൽ 24,000-ൽ പരം അംഗങ്ങളുണ്ടായിരുന്ന CPI-ക്ക് ഇപ്പോൾ 21,000-ൽ പരം അംഗങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 784 അംഗങ്ങൾ വർദ്ധിച്ചു എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിജയസാധ്യത സംബന്ധിച്ച മുന്നണിയുടെ കണക്കുകൾ അപ്പടി തെറ്റിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. വോട്ടെടുപ്പിന് മുമ്പും ശേഷവും LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ജയിക്കുമെന്ന കണക്കാണ് കീഴ്ഘടകങ്ങൾ നൽകിയത്. എന്നാൽ 6 നിയോജക മണ്ഡലങ്ങളിൽ മുന്നണി 3-ാം സ്ഥാനത്തായി പോയെന്നും റിപ്പോർട്ട് പറയുന്നു. രാഷ്ട്രീയ റിപ്പോർട്ടിൽ നടന്ന ചർച്ചയ്ക്ക് സമാനമായി പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയിലും രൂക്ഷമായ വിമർശനമുണ്ട്. പുതിയ ജില്ലാ കൗൺസിലിനെയും ജില്ലാ സെക്രട്ടറിയെയും വൈകിട്ട് തിരഞ്ഞെടുക്കും. നിലവിലുള്ള ജില്ലാ കൗൺസിലിൽ നിന്ന് 20% പേർ ഒഴിവാകും. പ്രായപരിധി പിന്നിട്ടവരെയും ഒഴിവാക്കും. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ തുടരാനാണ് സാധ്യതയെങ്കിലും മറ്റു പേരുകളും നേതൃത്വത്തിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം.